വിണ്ണിലെ വാതായനങ്ങൾ തുറന്നിട്ട് അവൾ ആകാശവിഹായുസിലേക്ക് ദൃഷ്ടികൾ പായിച്ചു. സ്വർഗലോകത്തിന്റെ ജനൽപ്പാളുകളിലൂടെ തന്നെ കാത്തു പരിപാലിക്കുന്നവന്റെ ദൃഷ്ടികൾ എന്നിൽ സംരക്ഷണ വലയം തീർക്കുന്നുവോ? വചനം ആധ്യാത്മികതയുടെ വേരുകൾ തീർത്ത് ജീവിതത്തിനെ ഗ്രസിച്ച നാളുകളിൽ പ്രിയ ആദ്യമൊന്ന് അമ്പരന്നിരുന്നു. കാർമേഘങ്ങൾ പൂക്കുകയും കൊഴിയുകയും ചെയ്യുന്ന ദിനരാത്രങ്ങൾ വേവലാതികൾ പൂണ്ട വേപത്തുക്കളോടെ ഒറ്റക്കിരുന്ന് വിതുമ്പും. ജീവനും ജീവിതവും നാഥനിൽ സമർപ്പിച്ച് ദൈവവേലയുടെ അനിർവചനീയമായ നിമിഷങ്ങളിൽ സായൂജ്യം കണ്ടെത്തിയ വചനപ്രഘോഷകൻ. രമ്യമോഹവലയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കുരിശിന്റെ നിഴലിൽ രക്ഷയുടെ മാർഗം കണ്ടെത്തിയ എൽവിസ് എന്ന വചന പ്രചാരകൻ. We don't speak about the soul. ആത്മാവിന്റെ വിലയെക്കുറിച്ച് നമുക്കറിവില്ല. ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്നരുൾ ചെയ്ത നാഥന്റെ പന്ഥാവിൽ സുവിശേഷ വേലയുടെ മാനങ്ങൾ തിരയുകയും കണ്ടെത്തുകയും അത് ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് എൽവിസ് കോട്ടൂരാൻ ഇന്ന് വചനപാതയിലാണ്. കാഴ്ചയുടെ മേളനങ്ങൾക്കപ്പുറത്ത് ഉൾക്കാഴ്ചയുടെ അകക്കണ്ണ് തുറന്നിട്ട് പ്രിയ ജീവിതചര്യയായി പ്രാർത്ഥനകൾ മാറ്റി. വീട്, മക്കൾ, പ്രാർത്ഥന ഇവ കൂട്ടിക്കോർത്ത ജീവിതം കോട്ടൂരാൻ കുടുംബത്തിന്റെ നെടും തൂണായി. മക്കളെ ആത്മീയമായിട്ട് എങ്ങനെ വളർത്തിയ? അവരെ ഞങ്ങൾ ദിവസവും കുർബാനയ്ക്ക് പോവുക ഒരു പതിവാണ്. കുമ്പസാരം, കുർബാന, ആരാധന. അവർ സ്വയം പോവോ അതോ പ്രിയ നിർബന്ധിക്കും? ഇല്ല, ആദ്യം കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പോവുമായിരുന്നു. പിള്ളേരെല്ലാം ചെറുതായിരുന്നപ്പോഴേ തന്നെ, വയറ്റിലായിരുന്നപ്പോഴും 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് തന്നെ ആ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം കുർബാനയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തി എനിക്ക് ധൈര്യം തന്നതും എനിക്ക് ശക്തി തന്നതും എല്ലാം കുർബാനയിലൂടെയാണ്. എനിക്ക് ശരിക്കും ഒരു വലിയ അനുഭവമായിരുന്നു കുർബാന എനിക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുർബാനയ്ക്ക് എല്ലാ ദിവസവും, ഏത് കുഞ്ഞാണേലും വലുതാണേലും എല്ലാവരും ഒരുമിച്ച് പോകുമായിരുന്നു. കുർബാനയ്ക്ക് പോവും, ആരാധനയ്ക്കും മക്കൾ പോകാറുണ്ട്. മുതിർന്ന കുട്ടികൾ അരമണിക്കൂർ ആരാധന കഴിയുന്ന ദിവസങ്ങളിലെല്ലാം പോവും. പിന്നെ മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ പ്രയറും കൃത്യമായിട്ട് നോക്കുമായിരുന്നു, അവർ ചെയ്യുന്നതുണ്ടോ എന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ അവർ പ്രത്യേകമായ ഓരോ കാര്യങ്ങൾ അവർക്ക് കൊടുക്കും, അവർ ഇൻറ്റർസീഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരാൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള കുറച്ച് പേരുടെ പേരുകളും കൊടുക്കും. അവരത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും ഭയങ്കര ഒരു അനുഭവമായിരുന്നു മക്കൾക്ക്. കാരണം അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ചേച്ചിമാർ സുഖപ്രസവം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അവർക്കൊരു വലിയൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും അവർ പ്രാർത്ഥിച്ചിട്ട് അതെല്ലാം നടന്നു. അപ്പം അങ്ങനെ പടിപടിയായിട്ട് പിന്നെ എന്ത് കാര്യങ്ങളും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറയാം, നീ ഈശോയോട് ചോദിക്കുക, ഈശോയുടെ ഹിതമാണെങ്കിൽ നിനക്കത് കിട്ടിയിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് അതൊരു അനുഭവമാകാൻ തന്നെ എനിക്കറിയാം. ഈ അടുത്ത് എൻ്റെ 2ാമത്തെ മോള് പിയാനോ പഠിക്കുന്നുണ്ട്. അപ്പം അവൾക്കൊരു പിയാനോ വേണം. പിയാനോ ഭയങ്കര എക്സ്പെൻസീവാണ്, 80,000 രൂപയാണ്. നമുക്കതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, കർത്താവ് സമ്പന്നനാണ്, നീ പ്രാർത്ഥിക്കുക, ദൈവം തരട്ടെ. അങ്ങനെ അവൾ എല്ലാ ദിവസവും കൊന്തയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് വലിയ അത്ഭുതമാണെന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ഡാഡി എന്നെ വിളിച്ചിട്ട് പറയാം, അവൾ ഗോഡ് ചൈൽഡാണ്. ഞാൻ നിൻ്റെ 2ാമത്തവൾക്ക് ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുക, അവൾ പഠിക്കുന്ന പിയാനോ അല്ലേ, ഞാനത് വാങ്ങിച്ചു കൊടുക്കുക അവൾക്ക്. അങ്ങനെ
ശരിക്കും ഒരിക്കലും ഞങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ദൈവം തോന്നിപ്പിക്കുക. എൻ്റെ 2 മക്കൾക്ക് കണ്ണാടി വെക്കേണ്ടതായിരുന്നു, ഭയങ്കര പവറായിരുന്നു. പക്ഷേ അവർ കൊന്തയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ബർത്തിമേസിനെ സുഖപ്പെടുത്തിയ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങനെ അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അവർക്ക് കണ്ണാടി ഒരാൾക്ക് വെച്ചിരുന്ന ഭയങ്കര പവറുണ്ടായിരുന്നു, പക്ഷേ സൗഖ്യം കൊടുത്തു. അങ്ങനെ ഓരോ അനുഭവത്തിലൂടെ ശരിക്കും ദൈവം അവരെ ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെല്ലാം എക്യുപ്ഡ് ആണല്ലോ, അതായത് ഒരാൾ ഓർഗൻ പഠിക്കുന്നു, ഒരാൾ പിയാനോ പഠിക്കുന്നു. അങ്ങനെ മക്കളെല്ലാവരെയും ഈ ഇതിലേക്ക് നയിക്കുന്ന ഒരു വിഷൻ പറയാമോ പ്രിയ? എന്തുകൊണ്ടാണ് മക്കളെ എല്ലാവരും ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കാനായിട്ട്? അത് ഞങ്ങൾക്ക് ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയിലൊരു മ്യൂസിക് മിനിസ്ട്രിയിൽ ഒരു ബാൻഡ് ഉഴക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ശരിക്കും ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, അതായിരുന്നു ഞങ്ങളുടെ വിഷൻ. കാരണം മക്കളെ ഒരു മിഷണറി ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു, ദൈവരാജ്യത്തിൽ വേല ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നു അവർ ഒരുക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നും മക്കൾ ഒരേ ഇൻസ്ട്രുമെൻ്റ് പഠിക്കണമെന്നും എല്ലാം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അത് ദൈവം അതിന് വഴി ഒരുക്കിയതും. അങ്ങനെ എല്ലാവരും 2 ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു യൂത്ത് ബാൻഡ്, ഒരു ടീൻസിൻ്റെ ബാൻഡ് തന്നെ ഫോം ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ്. അതൊക്കെ ശരിക്കും അത് ദൈവം വഴിയൊരുക്കുകയാണ്. അതിനോട്ടുള്ള ഈ വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം അത്. മക്കളുടെ പഠിത്തം എങ്ങനെയാണ് പ്രിയ? എല്ലാവരും എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരേ സമയം എല്ലാവരും ഇങ്ങനെ ഡൗട്ട്സ് ആയിട്ട് വരുമോ? അത് എപ്പോഴും എല്ലാവരും എന്നെ പണ്ട് തൊട്ട് പേടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, നിനക്ക് എല്ലാവരെയും പഠിപ്പിച്ച് വട്ടാകും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം മാതാവാണ് പെർഫെക്റ്റ് മദർ. നമുക്ക് ഏറ്റവും സഹായവും മാതാവ് തന്നെയാണ്. ശരിക്കും മാതാവിനോട് ഞാൻ കൊന്തവല്ലി തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് പറ്റില്ല മാതാവേ, ഇത്രയും മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, മാതാവ് തന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ആ അവസരങ്ങളിലെല്ലാം ശരിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ടേബിളിലിരുന്ന് തന്നെ ഹിന്ദി വരും ഒരു സ്ഥലത്തൂടി, മാത്സ് വരും ഒരു സ്ഥലത്ത്, സയൻസ്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസാണ് അവർക്ക്, പല പല സംശയങ്ങളാണ്. പക്ഷേ പലതൊന്നും ഇപ്പം എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മാത്സൊക്കെ എല്ലാം മറന്നുപോയി. പണ്ട് പഠിച്ച കാര്യങ്ങളല്ലേ, ഇപ്പോൾ എല്ലാം പുതിയതല്ലേ. പക്ഷേ മാതാവ് ശരിക്കും സഹായിച്ച ഇതുവഴിയാണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മകൾ 2ാമത്തെ മക്കൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുമായിരുന്നു എല്ലാ കാര്യത്തിലും. പഠിത്ത കാര്യങ്ങളിലും മൂത്ത ആളായിരുന്നു 3ാമത്തെ ആൾ നോക്കിക്കൊണ്ടിരുന്നത്, 2ാമത്തെ ആൾ 4ാമത്തെ ആൾ, മൂത്ത മോൻ ഇളയ മോൻ. അപ്പം അങ്ങനെ പഠിത്ത കാര്യങ്ങളിൽ ശരിക്കും 2ാമത്തെ ആൾ മാത്സിനൊക്കെ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ശരിക്കും ഞാൻ അങ്ങനെ വലിയൊരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല, മാതാവ് സഹായിക്കുക ചെയ്തത്. പഠിത്ത കാര്യങ്ങളിലൊന്നും ഞാനങ്ങനെ തലപുകഞ്ഞ്, ഇവർക്ക് ആർക്കും തന്നെ ട്യൂഷനില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലാതെ നമുക്കൊന്നും ഇവരെ ഒന്നും പഠിപ്പിക്കാനൊന്നും ഒരു കഴിവുമില്ല സത്യത്തിൽ. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയ കർത്താവ് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നു. പ്രിയ എങ്ങനെയാണ് എൽവിസിൻ്റെ മിനിസ്ട്രിയെ നേരിട്ട് സപ്പോർട്ട് ചെയ്യണത്? ഈ മിനിസ്ട്രിയെ കുറിച്ചൊന്ന് കുറച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? നമുക്കൊരു ഡിവൈൻ മേഴ്സി മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രിയാണ്. അതെ, എറണാകുളത്ത് തന്നെ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും 7 മണി തൊട്ട് 9 മണി വരെ ആണ് ശുശ്രൂഷ നടക്കുന്നത്. ഒത്തിരി കുടുംബങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു 15 ഫാമിലിയാണ് ഇത് നോക്കുന്നത്, കോർ ടീമായിട്ട് നോക്കുന്നത്. പിന്നെ അതിലൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലാണേലും സഹായിക്കുന്നുണ്ട് ഞാൻ, പിന്നെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയിൽ, പിന്നെ മ്യൂസിക് മിനിസ്ട്രിയിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഒരു വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ ഒരു 10-25 വീട്ടമ്മമാർ ഒരുമിച്ച് എല്ലാ മാസവും 2 പ്രാവശ്യം കൂടി ഞങ്ങൾ എങ്ങനെ കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇടപെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ലൊരു കൂട്ടായ്മയാണ്. അങ്ങനെ പലതരത്തിലും മിനിസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദൈവത്തെ സ്തുതിക്കാൻ മക്കളെ പ്രാപ്തരാക്കുമ്പോൾ ഈ കുടുംബം ദൈവവേലയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ദൈവിക ദർശനം ഉൾക്കൊണ്ട കുടുംബമായി പാരിൽ പരിലസിക്കുന്നു. വാടിയ മുഖത്തോടുകൂടി ഒരിക്കലും ഞാൻ പ്രിയയെ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ചെറു പുഞ്ചിരി പ്രിയയുടെ മുഖത്തുണ്ട്. എങ്ങനെ ഈ സഹനങ്ങളിലൂടെ പോകുമ്പോഴും ഇത്രമാത്രം സന്തോഷിക്കാനും ആനന്ദിക്കാനും സാധിക്കുന്നത്? ഇതെല്ലാം ഒരു കൃപയാണ്. ശരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നതല്ല, ഇതെല്ലാം ദൈവം തരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഞാൻ
ഒരു മല പോലെ ഉണ്ടാവും പണിയും കാര്യങ്ങളും. ഇന്ന് എന്തെല്ലാമാണോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതൊന്നും ഓർത്ത് കാലത്തെ തന്നെ ഞാൻ ഈശോയുടെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുക. എൻ്റെ ഈശോ എന്നെക്കൊണ്ട് പറ്റില്ല, ഇതെല്ലാം കർത്താവ് തന്നെ ചെയ്തു തരണം, എന്നെക്കൊണ്ട് ശക്തിയുമില്ല, എനിക്ക് പറ്റത്തുമില്ല. അങ്ങനെ പറഞ്ഞ് കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് എനിക്ക് തന്നെ അതിശയമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാനിരിക്കുമ്പോൾ എല്ലാം ചിട്ടയിൽ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അതെ, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ടെന്നൊക്കെ കർത്താവ് പറയുന്നത് വെറുതെ അല്ല, അതൊക്കെ ശരിക്കും അനുഭവമാണ്. എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു നഷ്ടബോധം പോലെ പലപ്പോഴും പലരും എന്നോട് ചോദിക്കുമ്പോഴും അന്നൊന്നും ഞാൻ ഇത്രയൊന്നും വളർന്നു വരുന്നില്ലല്ലോ, ആത്മീയമായി വളർന്നു വന്നതല്ലേ പടിപടിയായിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈശോ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ എപ്പോഴും ഒരു പേഴ്സണൽ ടോക്ക് ഉണ്ട് അല്ലേ പ്രിയയ്ക്ക്? അതുണ്ട്, അതെപ്പോഴും അതാണ് പ്രിയയുടെ ഒരു ശക്തി. തീർച്ചയായിട്ടും അത് ഒരു ഭയങ്കര ശക്തി തന്നെയാണ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ശരിക്കും നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് കൂടുതൽ അനുഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നഷ്ടബോധം തോന്നിയ പല സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം എന്നെ കർത്താവ് വഴി നടത്തുമായിരുന്നു, ബോധ്യങ്ങൾ തരുമായിരുന്നു. ഈവൻ ഇത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന കാര്യവും എല്ലാം എനിക്ക് ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ദൂതനെ പോലെ എനിക്ക് ഒരു വെളിപാട് പോലെ ഈശോ തരുമായിരുന്നു. സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിനാണ് അവകാശം, നമ്മളതിൽ തുടരുത്, അത് ദൈവികമാണ്. അപ്പം ആ കമാൻഡ്മെൻറ്റ് അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശരിക്കും അതൊരു ബോധ്യമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയപ്പാടില്ലായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് വൺ ഫൈൻ മോർണിംഗ് വന്ന് കിട്ടിയ ഒരു ബോധ്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 8ാമത്തെ ഡെലിവറിയിൽ ഞാൻ ഫുൾ ടൈം കിടക്കുകയായിരുന്നു ബ്ലീഡിങ് ആയിട്ട്. അപ്പോൾ പലരും വന്ന് എന്നോടൊന്ന് ചോദിച്ചു, ഇനിയൊരു ഡെലിവറിയെ പറ്റി നീ ചിന്തിക്കൂ, കാരണം ഇത്രയും വിഷമമായ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ട്. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല, ഇത് ദൈവം സ്നേഹിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് സഹനങ്ങൾ കിട്ടുന്നത്. അത് ഒരു സഹനമായിട്ട് എനിക്ക് ആ ടൈമിൽ തോന്നി. ഓരോ കുഞ്ഞിനെയും സ്വീകരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണല്ലോ, നീ എന്നെ തന്നെയാണല്ലോ എൻ്റെ നാമത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നവർ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് പറയും. അപ്പം അതുകൊണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സഹനങ്ങളൊന്നും അങ്ങനെ ഒരു പെയിനായിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും ഇതെല്ലാം ഒരു കൃപയാണ്. അതാ എനിക്ക് പറയാം. എൽവിസ് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു സപ്പോർട്ട് എന്ന് പറയാമോ പ്രിയം? എപ്പോൾ ശുശ്രൂഷയ്ക്ക് പോയാലും വിളിച്ചു പറയും. ഇന്ന് ഉള്ള ദിവസങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ആ ടൈമിലെല്ലാം ഞങ്ങൾ ഈവൻ കുഞ്ഞു കൊച്ചുവരും ഇരുന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിന് വലിയൊരു അനുഭവം അവിടെ കിട്ടാറുണ്ട്. പിന്നീട് നമുക്ക് വലിയൊരു സപ്പോർട്ടിങ് ഇൻ്റർസെഷൻ മിനിസ്ട്രി തന്നെ ഉണ്ടായിരുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു പറയാനും പ്രാർത്ഥിക്കാനും. പക്ഷേ ആദ്യകാലങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം വലിയൊരു അനുഭവമായിരുന്നു. പ്രിയ ഈ അനുഭവങ്ങളൊക്കെ ആരെങ്കിലോടും ഷെയർ ചെയ്യാറുണ്ടോ? ഇതിലേക്ക് കടന്നു വന്ന ഈ അനുഭവം കണ്ട്, പ്രിയയുടെ ജീവിത സാക്ഷ്യം കണ്ട് കടന്നു വന്ന എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോയെന്ന് വെച്ചാൽ ദൈവം പലപ്പോഴും അവസരം തന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു അവസ്ഥ കൂടെ കടന്നുപോയ ഫ്രണ്ട്സ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആയിട്ട് വരുമ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ശരിക്കും സാക്ഷ്യമാകാനാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് കൂടെ ഉണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു വിഷമമാണല്ലോ. 2-3 കഴിയുമ്പോൾ ടെൻഷൻ എന്താവും. അവരെയൊക്കെ ധൈര്യപ്പെടുത്താനും അങ്ങനെ ഒരു മുൻകൈ എടുക്കാനും ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. ഒരു ദമ്പതികളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ജീവൻ നിലനിർത്തുക, ജീവനെ ഒഴുക്ക്, ജീവൻ്റെ സമൃദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. വീട്ടമ്മ, പെറ്റമ്മ, പോറ്റമ്മ, ഭാര്യ, ഈ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുമ്പോഴും പ്രിയ എൽവിസ് ആത്മീയ ബോധത്തിൻ്റെ സീമകൾ തിരഞ്ഞ് ദൈവിക കരുത്ത് കൂടുതൽ സ്വായത്തമാക്കാൻ തിയോളജിയിൽ ബിരുദമെടുക്കാനുള്ള ശ്രമത്തിലുമാണ് ഇന്ന് പ്രിയ. ഈശോയുടെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനും ഈശോയുടെ ആ ബോധ്യം കൂടുതൽ പഠിക്കുവാനായിട്ടും പ്രിയ ഇപ്പോൾ തിയോളജി ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ എടുക്കാനൊരു തീരുമാനം? ഇത്ര തിരക്കാണ് പ്രിയക്ക്, മിനിസ്ട്രീസ് ഉണ്ട്, മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം,
ഫുൾ ടൈം എൽവിസ് ശുശ്രൂഷയിലാണ്. അതിൻ്റെ ഇടയിലും എങ്ങനെ തിയോളജി പഠിക്കാൻ പറ്റുന്നത്? ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. LLB പഠിച്ചതിന് ശേഷം പിന്നെയും പഠിക്കാൻ പോവാന്ന് പറഞ്ഞ സാധാരണഗതിയിൽ ആരും തന്നെ മുൻകൈ എടുക്കില്ല. തിയോളജി പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതൊരു കാര്യം. പിന്നെ തന്നെയുമല്ല, നമ്മൾ ഈ ശുശ്രൂഷയിലാണ് നമ്മുടെ വിഷൻ ദൈവരാജ്യമാണ്. അപ്പം അത് കൂടുതൽ ഒരു ഒഫീഷ്യലായിട്ട് അത് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ അത് മിനിസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ വിഷനോട് സപ്പോർട്ട് ചെയ്യുന്നതും ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആഗ്രഹിച്ചത്. പക്ഷേ ഇതെപ്പം എന്നുള്ളൊരു സമയം അറിയില്ലായിരുന്നു. പക്ഷേ കർത്താവ് ശരിക്കും ആഗ്രഹം ഫുൾഫിൽ ചെയ്തു എന്ന് തന്നെ പറയാം. ഒരു സമയം തന്നു, എല്ലാ മക്കളും സ്കൂളിൽ പോയി. അപ്പം ഞാൻ ഫ്രീ ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ തിയോളജി പഠിത്തത്തിന് വേണ്ടി ഇറങ്ങിയതും. അതിപ്പം കംപ്ലീറ്റ് ആകാറായി. ഇനി ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. പരീക്ഷകളെല്ലാം വളരെ ഭംഗിയായി വിജയിക്കാൻ സാധിച്ചു. എനിക്കറിയില്ല, ഇതെല്ലാം ശരിക്കും ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലാതെ നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ പഠിക്കാനോ ഒന്നും പറ്റിയൊരു സാഹചര്യം അല്ല. പക്ഷേ എങ്കിൽ പോലും പരീക്ഷയ്ക്ക് മുമ്പൊക്കെയാണ് പഠിക്കുന്നത്. എങ്കിലും പിള്ളേരെല്ലാം സപ്പോർട്ടീവായിരുന്നു, ഹസ്ബൻഡും സപ്പോർട്ടീവായിരുന്നു. എല്ലാ തരത്തിലും വീട്ടിലെ പണിയെല്ലാം അവർ ആ സമയത്ത് ചെയ്യും, ഞാനിരുന്ന് പഠിക്കും. അങ്ങനെ അത് ഇപ്പം കംപ്ലീറ്റ് ആവാറായി, കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് ദൈവം എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചെന്ന് തന്നെ പറയാം. ഇതൊന്നും വലിയൊരു പാടുള്ള കാര്യമൊന്നുമല്ല. ദൈവത്തിനോട് ചേർന്ന് നിന്നാൽ ഇതെല്ലാം കൃപയാലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും കാര്യമായിട്ട് അധ്വാനിക്കേണ്ട, വലിയൊരു അധ്വാനത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം. നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഈസി ലൈഫാണ്. സ്പിരിച്വൽ ലൈഫ് ശരിക്കും ഭയങ്കര ഈസിയാണ്. ദൈവത്തോട് കൂടെ നിന്നാൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പലരും 2 പിള്ളേരെ കൊണ്ട് വിഷമിക്കുന്നവർ. അവർ കിടന്ന് മതിയായി എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നമ്മൾ ബലം പിടിച്ചാലൊന്നും നടക്കുന്ന കാര്യമല്ല. കർത്താവിന് വിട്ടുകൊടുത്താൽ കർത്താവാണിത് ചെയ്യുന്നത്. ഈ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ മക്കളുടെ സ്വഭാവം എങ്ങനെ? ഇവര് 2 മക്കൾ അവർ വേദനിച്ച് അങ്ങനെ മക്കളുണ്ടാവാൻ വിഷമിക്കും തന്നെ ഇവരുടെ സ്വഭാവ വൈകല്യം കൊണ്ടുവരാം. 2 പേരും തമ്മിൽ ഫൈറ്റിങ്ങും ഒന്ന് ഷെയറിങ്ങും ഇല്ല. അപ്പോൾ ഈ 6 മക്കളാവുമ്പോൾ എങ്ങനെയാണ് പ്രിയ അവരുടെ സ്വഭാവ രൂപീകരണം ഒന്ന്? സ്വഭാവ രൂപീകരണം നമ്മൾ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ശരിക്കും ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ ഭയങ്കര സ്നേഹമാണ്. അടുപ്പിച്ചായിരുന്നു എൻ്റെ എല്ലാ ഡെലിവറിയും. 1.5 വർഷം 2 വർഷം, അതിൽ കൂടുതൽ വലിയ ഗ്യാപ്പില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കൂട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റബിൾ ആണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഈ അപ്പൻ ഇങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രി ആയിട്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ പഠിത്ത കാര്യം പോവോ, ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഈ ലോകത്തിൽ അവർ സ്കൂളിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്. മറ്റു മക്കളെ വെച്ച് അവർ കമ്പയർ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ് അവരുടെ പേരൻസ് ഇങ്ങനെ ഫുൾ ടൈം മിഷനറി ആയിട്ട് നടക്കുമ്പോൾ? അവർ ഒരു പരിധിവരെ ചെറുപ്പകാലങ്ങളിലെല്ലാം തൊട്ട് ഇത് കാണുന്നതാണ്. അപ്പം ദൈവരാജ്യത്തിനാണ് 1-ാം സ്ഥാനം അപ്പം കൊടുക്കുന്നതെന്നുള്ള കാര്യം അവർക്കതൊരു ശീലമായി, അതൊരു ബോധ്യമായി അവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ വളർന്നു വന്നപ്പോഴും അതനുസരിച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തായിട്ട് കുടുംബമായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യമായ ഒരു ശുശ്രൂഷ വന്നു വരുന്നു. അപ്പോൾ ആ സമയത്തായിരിക്കും അപ്പൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം അതെല്ലാം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നീട് അവരതിനോട് ട്യൂൺഡാവുകയാണ് ചെയ്തത്. അപ്പം അല്ലാതെ ഇത് പെട്ടെന്ന് അതൊരു ദേഷ്യമല്ല ആയത്. അവർക്ക് മനസ്സിലായി ഇതാണ് കാരണം. നമ്മളെങ്ങനെ അതെടുക്കുന്നു അത് മക്കൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ, ഈ ദൈവരാജ്യത്തിനാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അവർ പിന്നെ വളർന്നു വന്നപ്പോഴും അതുപോലെ തന്നെ അവരും ഇപ്പോൾ മിനിസ്ട്രിയിലുണ്ട്. അവരും യൂത്ത് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവാണ്. അങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും വ്യാഴാഴ്ചകൾ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതനുസരിച്ച് ബാക്കിയെല്ലാം ക്രമീകരിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ആത്മീയ ജീവിതം. അത് ഒട്ടും തന്നെ ഒരു സ്ട്രഗിളുള്ള ഒരു ഭയങ്കര ഇതിനു വേണ്ടി ഒരു സ്ട്രഗിളില്ല. ദൈവം അതൊക്കെ നടത്തുക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം നടന്നുപോയി. ഈ ഒരു മിനിസ്ട്രി ഒരു വ്യത്യസ്ത മിനിസ്ട്രി ആണല്ലോ. അത് നിങ്ങളുടെ കൂടെ ഒരു 15 ഫാമിലീസ് ഉണ്ട്, അവരുടെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രിയയുടെ വീട് എല്ലാവർക്കായിട്ട് തുറന്നിട്ടേക്കാണ്. ഇതൊരു ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിയ അത് കാണാറ്? ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത് മിനിസ്ട്രി ഫോം ചെയ്ത് വരുന്ന സമയങ്ങളിൽ ശരിക്കും വീട് തന്നെയായിരുന്നു തുറന്നിട്ട് കൊടുത്തിരുന്നത്. അന്നേരം എല്ലാവരും നൈറ്റ് വിജിൽസും മ്യൂസിക് മിനിസ്ട്രി പ്രാക്ടീസുകളും എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു.
എൻ്റെ 6ാമത്തെ കൊച്ചിൻ്റെ പ്രസവ സമയത്ത് ശരിക്കും വീട്ടിലോട്ട് വന്നപ്പോൾ കുടയും ബക്കറ്റും എല്ലാമായിട്ട് വന്ന് വാതിൽ തുറന്നപ്പം കേൾക്കുന്നത് ഭയങ്കര ഡ്രംസിൻ്റെ ശബ്ദമാണ്. അവിടെ മ്യൂസിക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നടുവിൽ കൂടെയൊക്കെ പോയി ബെഡ്റൂമിൽ കയറി. എന്നിട്ട് വാതിലടച്ചിട്ട് മമ്മി ചോദിക്കുക, ഒരു കുഞ്ഞ് ഉണ്ടായി ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ബഹളം, ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ അല്ലേ വേണ്ടത് ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, അതൊക്കെ എൻ്റെ മക്കൾക്ക് അതൊക്കെ ശീലമായി എന്ന് പറഞ്ഞു. കാരണം അതുപോലെ ഒരു നമ്മുടെ പ്രൈവസി ഒട്ടും തന്നെ ഇല്ലാത്തൊരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. അത് ശരിക്കും എല്ലാ മുറികളിലും എല്ലാവരും ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പ്രിയക്ക് എപ്പോഴെങ്കിലും ഒരു പെയിൻ തോന്നിയിട്ടുണ്ടോ ഉള്ളിൽ? ഇങ്ങനെ ഇല്ല, എനിക്ക് ആദ്യകാലങ്ങളിൽ ശരിയാണ്, തീർച്ചയാണ് നമുക്കൊരു പ്രൈവസി ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ പോലും നമുക്കത് നഷ്ടപ്പെടും. ഈ പ്രത്യേകിച്ച് മ്യൂസിക് മിനിസ്ട്രി ബാൻഡിൽ കുറേ യൂത്താണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് എന്താവശ്യങ്ങളിൽ അവരുടെ കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ തന്നെയാണ് ഈ മിനിസ്ട്രി വളർന്നത്. പന്ത്രണ്ട് മക്കളെ ഗർഭം ധരിക്കുകയും 6 മക്കളെ പോറ്റി വളർത്തുകയും ദൈവപരിലാളനത്തിൻ്റെ ഉത്തമോദാഹരണമായി കുടുംബത്തെ മാറ്റുകയും ചെയ്ത കോട്ടൂരാൻ കുടുംബത്തിൻ്റെ ദർശനം മഹത്തരമാണെന്ന് ദൈവം കാണുന്നു. ഇത്രയും ജീവിതാനുഭവത്തിലൂടെ പോകുമ്പോൾ പ്രിയയ്ക്ക് എങ്ങനെ ഇതിനുള്ള ധൈര്യം കിട്ടിയത്? ദൈവത്തിൻ്റെ ഒരു ടച്ചോ എന്തെങ്കിലും ദൈവാനുഭവം അങ്ങനെ അതാണല്ലോ ഇത് നയിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു പിടുത്തം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവത്തിലൂടെ ദൈവം ഒത്തിരി സാധനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു വില കൊടുക്കുമ്പോൾ ശരിക്കും ദൈവം നമ്മളെ നിസ്സാര ആഗ്രഹങ്ങൾ പോലും നടത്തി തന്നിട്ടുണ്ട്. അതാ എനിക്കുണ്ടായ ഒരു അനുഭവം. ചെറിയ ആഗ്രഹം തൊട്ട് വലിയ ആഗ്രഹം വരെ ആരോടും പറയുക പോലും ചെയ്തിട്ടില്ല. മനസ്സിലാഗ്രഹിച്ചാൽ മതി, അതുകൊണ്ടൊന്ന് ഈശോ കൊണ്ടൊന്ന് മുമ്പിൽ കൊണ്ടുവന്ന് തരിക ചെയ്യുക. അതുപോലത്തെ അനുഭവങ്ങൾ ശരിക്കും പച്ചയായ അനുഭവം എന്ന് പറയാം. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു നിസ്സാര കാര്യമാണ്, വലിയൊരു കാര്യമല്ല എങ്കിൽ പോലും അത് വലുതാണ്, ഒരു അനുഭവമാണ്. ഒരിക്കൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മേളിലുള്ള ഒരു സ്ത്രീ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോൾ കുറേ ഫോറിൻ ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചോക്ലേറ്റ് ഉണ്ട്, ടോബ്ലറോൺ സ്വിസ് ചോക്ലേറ്റ്. അപ്പോൾ അതും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ എന്തോ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ തിന്നു, അതങ്ങ് തീർത്തു. അപ്പം ഞാൻ വന്ന് എവിടെ ഒരെണ്ണം ടോബ്ലറോൺ തന്നേന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും മോള് പറഞ്ഞ്, അയ്യോ അമ്മ എല്ലാം തീർന്നു പോയല്ലോ, ഓർത്തില്ല അമ്മ, സോറി എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അത് വലിയൊരു വിഷയമല്ലല്ലോ. എങ്കിൽ പോലും ഞാൻ തിരിച്ച് അടുക്കളയിൽ പോയി പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാലും എൻ്റെ ഈശോ ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ടായിട്ട് ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ചു. ആരോടും പറഞ്ഞില്ല, ചുമ്മാ ആലോചിച്ചോളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ട് ഒരു കോളിംഗ് ബെല്ല് കേട്ട് ഞാൻ പോയി തുറന്നു. അപ്പോൾ ഇതേ ലേഡി വന്നിട്ട് പറഞ്ഞു, ആ പ്രിയ, ദേ ഒരെണ്ണം ഇന്നലെ ഫ്രീസറിലിരുന്ന് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി, ഒരു കുറ്റി ടോബ്ലറോൺ ചോക്ലേറ്റാണ് എന്ന്, ഇത് ഒരെണ്ണം അവിടെ ഇരുന്ന് പോയി, ഞാൻ മറന്നുപോയി ഇന്നലെ തരാൻ, ഇത് പ്രിയയ്ക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈശോ തന്നതെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വെച്ച് പോയി.
ഞാൻ അന്നേരം മേളിലോട്ട് നോക്കിയിരുന്ന് കരഞ്ഞു ശരിക്കും, നന്ദി പറഞ്ഞു ഈശോയോട്. കാരണം കർത്താവ് ഞാൻ ഇല്ല ചെറിയ കാര്യം വരെ ഈശോ അത് സാധിച്ചു തന്നല്ലോ. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. നിസ്സാരമാണെ പോലും അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു അനുഭവം എന്ന് പറയാൻ, വലിയൊരു ആഗ്രഹം എന്ന് പറയാൻ, ഞാൻ ചുമ്മാ ആഗ്രഹിച്ചിരുന്നു എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകണമെന്നും കുറച്ച് നാൾ അവിടെ താമസിക്കണമെന്നും ഒക്കെ. പക്ഷേ കർത്താവ് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഒരു 10 ദിവസം ഞങ്ങൾക്ക് ഇളയ 2 പിള്ളേരുമായിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി ഒരു 10 ദിവസമൊക്കെ താമസിക്കാൻ കർത്താവ് അനുവദിച്ചു. അപ്പം അതെല്ലാം ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുതൊട്ട് വലിയ ആഗ്രഹം വരെ ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോഴേക്കും അതെ അതെ യു വിൽ ഗിവ് യു യുവർ ഹാർട്ട്സ് ഡിസയേഴ്സ് എന്നൊക്കെ പറയുന്നത് സത്യമായിരുന്നു. എൽവിസ് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലെല്ലാം പോകുമ്പോൾ പ്രിയയ്ക്കും കൂടെ പോകാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം കൂടുതലും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മെൻ്റൽ സപ്പോർട്ടും പ്രെയർ സപ്പോർട്ടും പിന്നെ പ്രോത്സാഹനവും അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ആ ഒരു സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. തീർച്ചയായിട്ടും അതിനൊരു സമയം ദൈവം തന്നു. മക്കളെല്ലാം വലുതായി, അവർക്കെല്ലാം ബോധ്യപ്പെട്ടു എന്താണ് നമ്മുടെ വിഷനെന്നും അതെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ഉള്ള കാലഘട്ടത്തിലായിരുന്നു ഞാൻ കൂടെ പോയിക്കൊണ്ടിരുന്ന സമയം. അതും കപ്പിൾസ് റിട്രീറ്റ് ആണെങ്കിൽ ഞാൻ പോകുമായിരുന്നു, അല്ലാതെ ഞാനങ്ങനെ പോയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ തരത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യാം. നേരം മിനിസ്ട്രിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഒരു കാലഘട്ടം ഉണ്ട് നമുക്ക്. ആ ഒരു സമയത്ത് അമ്മയായിരിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഒരാൾ റെസ്പോൺസിബിലിറ്റി. അതെ അതെ തീർച്ചയായിട്ടും ഒരാൾ വീട്ടിൽ വേണം മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ കൂടെ ഇറങ്ങാനും എല്ലാത്തിനും അവസരം കർത്താവ് തരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയായി. യാതൊരു പരിഭവവും പരാതിയും പ്രിയയുടെ ഫേസിലില്ല എന്ന് കാണുമ്പോൾ തന്നെ എൽവിസിനത് സന്തോഷപൂർവ്വം പോകാനും എല്ലാം, ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ പ്രിയ എല്ലാം സമാധാനമായിട്ട് നോക്കുന്ന എൽവിസിന് ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട്, ഉറപ്പുള്ളതുകൊണ്ടും ഞാനല്ല കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്സിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. ഇനി ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഭാര്യമാർക്ക് പ്രിയയ്ക്ക് ഒരൊറ്റ വാക്യത്തിൽ ഒരു സന്ദേശം നൽകാൻ സാധിക്കുമോ? അവർക്ക് ഒരു ധൈര്യം ഒറ്റ വാക്യത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ മത്തായി 6:33 ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. തീർച്ചയാണ് അത് അനുഭവിച്ചറിഞ്ഞൊരു സത്യം. അല്ലാതെ എല്ലാം കൂട്ടിച്ചേർത്തിട്ടല്ല ദൈവരാജ്യം അന്വേഷിക്കാൻ പോകേണ്ടത്. അതായിരുന്നു ഞാൻ അറിഞ്ഞ ഒരു സത്യം. അത് തീർച്ചയായിട്ടും നമ്മളൊന്നിനെക്കുറിച്ചും ഒരു ടെൻഷനും അടിക്കണ്ട. നാളെക്കുറിച്ച് ആകുലരാകണ്ടെന്ന് ദൈവം പറഞ്ഞത് സത്യമാണ്. ഒന്നിനെക്കുറിച്ച് ആകുല, അതെല്ലാം നമുക്ക് സമയാസമയത്ത് ദൈവം പ്രൊവൈഡ് ചെയ്തെന്നൊരു അത്ര നല്ലൊരു ദൈവത്തെയാണ് അനുഭവിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്തു. ശത്രുക്കളെ നിഷ്പ്രഭരാക്കുന്ന വചനഖഡ്ഗം പ്രപഞ്ച വിസ്മയങ്ങളുടെ ഉത്തരമായി കാണിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ കാലത്തെ വരവേൽക്കാം. ലോക സുവിശേഷവൽക്കരണത്തിലൂടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാം നമുക്ക്.